അയ്യോ ചെയ്തിട്ട് പറഞ്ഞ പോലെ പണ്ട് കാലത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു ഇതെല്ലാം ചെയ്തോണ്ടിരുന്നത്. നമ്മളിത് അടച്ചു വിട്ടാം. ഈ വാഴയുടെ ഇത് വെച്ച് തന്നെ ഫ്രൈ ചെയ്യാൻ പോവാ. ചെയ്തട്ടാ എന്താ ചെയ്യണേ? നിന്റെ അമ്മൂമ്മേടാ. ബാക്കിയും കൂടെ പറ, വീഡിയോ എടുക്കണ്ട, അതെല്ലാരും കേക്കട്ടെ. പറയും. അതെ, ഞങ്ങള് ഫിഷ് ഞങ്ങളൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പോവാണ്. ഇതുവരെ ചെയ്യാത്ത പരിപാടിയാണ്. അപ്പൊ അതേ മണ്ണെണ്ണ, ചിരട്ട, എല്ലാ സംഗതി ഇവിടെ വെച്ചിട്ടുണ്ട്. മണ്ണെണ്ണ സാധാരണ എടുക്കൂ? എടുക്കൂലോ, കത്താൻ ഉപയോഗിക്കും. ആണല്ലേ? അങ്ങനെ ചെയ്തിട്ട് അടുപ്പ് കൂട്ടിയിരിക്കുകയാണ് മക്കളെ. ഇത് പാളിപ്പോവും. നമ്മുടെ കയ്യിലുള്ളതുണ്ടല്ലോ, ഒരു വമ്പം മീനാണ് കേട്ടാ. മീന്റെ വലിപ്പം കണ്ടാട്ടല്ലോ. നിന്റെ വൈറ്റ് ബോർഡും കൂടെ എടുത്തോണ്ടല്ലോ. ചെയ്തേട്ടാ. ഈ പണ്ടത്തെ ആളുകളൊക്കെ എന്ത് കഷ്ടപ്പാടിലായിരിക്കുമല്ലോ ഇതൊക്കെ. ബോർഡ് കത്തിപ്പിടിപ്പിക്കോ താൻ? അതായത് രാവിലെ എല്ലാം വെച്ചുണ്ടാക്കണ്ടേ, എന്നിട്ട് പിന്നെ ഭർത്താവിന്റെ അടിയും കുത്തും വഴക്കും കറിയില്ലാന്ന് പറഞ്ഞു. ചെയ്തേട്ടനല്ലല്ലോ പണ്ടത്തെ ഭർത്താവ്, ചെയ്തേട്ടൻ മോഡൻ ഭർത്താവല്ലേ. എന്താണ് അവിടെ ഇരുന്ന് പുകയ്ക്ക? അവിടെ ആ മീനൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ തീ ഒന്ന് കത്തിയിട്ടൊന്ന് സെറ്റാക്കാന്ന് വിചാരിച്ച്. നമ്മുടെ നേച്ചർ കുക്കിംഗ് ആണ്. നമ്മുടെ മീനെ കണ്ടാണ്ടല്ല നിങ്ങൾ ഞെട്ടും. ഇതൊന്ന് അതിന്റെ ഉള്ളിൽ കുറച്ച് കൊടലും പണ്ടൊക്കെ ഉണ്ട്. അന്ന് ക്ലീൻ ചെയ്തില്ലേ? ചെയ്തോണ്ടല്ലേ ഇത് കാണിച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ല ഇതും വരം പോലെ ഇരിക്കണല്ലോ. ഇതിപ്പ ആകും. ക്ലീൻ ചെയ്തിട്ട് വരട്ടെ. ഇതായടോ, ഇതൊന്ന് കഴുകി അതിന്റെ ഉള്ളിലത്തെ എടുത്തായി. മീൻ കറക്റ്റ് ആണ്. വടി പോലെ മണമുണ്ട്. എടോ അത് ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ചേക്കണായിരുന്നില്ലേ? താൻ വരണെന്ന് നോക്കി എത്ര നേരം ഞാൻ നോക്കിയിരുന്നു. അപ്പൊ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് മേടിച്ചോ മന്നാ. ചെയ്തറിഞ്ഞെങ്കിൽ ഞാൻ രാവിലെ കുളിക്കണം. പിന്നെ ചെയ്താൽ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് മുറിച്ച് എങ്ങനെ? ഇത് വേണ്ടേ തല? അതും വെച്ചോ. തല കളയാനല്ല, അതായത് ഇവിടെ നിന്ന് കത്തിയത് ഇങ്ങനെ കയറ്റുക, വരയാനാണോ? ഇങ്ങനെ മുറിച്ചങ്ങോട്ട് എടുത്തോളാൻ. പീസായിട്ടാണല്ലേ? പീസാക്കണ്ട, എഴുതി ഇവിടെ നിന്ന് ഇങ്ങനെ മുറിക്കുക. അതായത് കത്തിയത് ഇങ്ങനെ. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോ നീ എന്ത് ഇങ്ങനെ മുറിക്കണേ? ഇത് പാടാണ്. അത് മുറിക്കാം നമുക്ക്. താഴ്ത്ത് വെച്ച് എന്തെങ്കിലും ഇതിൽ വെച്ച് ചെയ്യ, അല്ലെ കൈ മുറി. എവിടെ വെച്ച് മണം വരൂലേ? കൈ മുറിഞ്ഞാ മുറിയട്ടെ. മീൻ ചത്തിട്ടില്ല, ഓർഡർ ഉണ്ടല്ലോ. അത്രയും കത്തിയുമുണ്ടേ ഉഗ്രൻ. എന്നിട്ട് ഇങ്ങനെ തുറന്ന് വെക്കാനാണോ? അങ്ങനെ വെച്ചാ നിനക്ക് പൊള്ളിക്കണം അല്ലേ? നീ മുറിച്ചോ. ഇങ്ങനെ മതിയില്ലേ? അതൊക്കെ ക്ലീൻ ആണ്. പിന്നെ എന്ത് സാധനം ചത്തിട്ടില്ലെന്ന് തോന്നുന്നു. ചത്തിട്ടില്ല, മനുഷ്യന് പിടിക്കാൻ പറ്റണില്ല. ഞാൻ ഇതാ പൂച്ചക്ക് ഇട്ട് കൊടുക്കാം. നീ ആദ്യം കഴുകുക. ഇതിലിടണ്ടേ? ദേ ചവിട്ടി കയറിയിട്ട് നോക്കിയ ചെളി. കഷ്ടമുണ്ട് എന്റെ പൊന്ന് ഭർത്താവേ. എന്ത് ചെളി? ഷൂവില് ഇതാക്കണ. കത്തിക്കേ മൂർച്ച കൂട്ടണം.
മനസ്സിലല്ല, കത്തി തന്നെ പോയി മൂർച്ചയായിട്ട് വരൂല അല്ലേ? അതന്നെ ഇപ്പൊ മൂർച്ച കിട്ടിയപ്പോ മുറിയണണ്ട. കത്തിക്ക് അങ്ങനെ ഒരു സ്വഭാവം തന്നെ മൂർച്ചാവില്ല. ആണല്ലേ? ഓ, ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ. നിങ്ങളുടെ ഇവിടെ ഇങ്ങനെയാ? നീ എന്തൊക്കെയാ ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം തേക്കണല്ലോ? എന്തൊക്കെയാ വേണ്ടത് എനിക്കറിയത്തില്ല. ഇറ്റ്സ് അപ് ടു യു. എടോ, മുളക് പൊടി ഇടണോ? എന്തുവാണേലും നിന്റെ ഇഷ്ടം. എന്നോട് ഇതിന്റെ ഒപ്പം കഴിക്കാൻ തോന്നുന്നത് ഒന്നുമില്ല, വെറുതെ കഴിക്കാത്തൊരു ടേസ്റ്റ് അല്ലേ? അങ്ങനെ മീനില് മാരിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഏട്ടാ, ഏതലയാണ് ഞാൻ വെട്ടും. എന്ത് പുകയണേത് ഏട്ടാ? ഇത് മതിയാ? നമ്മള് ഡാൻസ് ഇല്ലാതെ എന്ത് വീഡിയോ? ഞാനിതൊന്ന് വാട്ടിയെടുത്തിട്ടെ. വന്നേ വാട്ടിയെടുക്കാൻ. വാട്ടിയെടുക്കാൻ. അത് ശരിയാണല്ലോ, ഗ്യാസ് ഒന്നാതെ ഇല്ല. വരച്ചു വാട്ടട്ടേടോ. വെക്ക്, മറിച്ചിടും. ഇതാവട്ടെ. കരിയണുണ്ട്, മരിച്ചിട്ടല്ലേ കരിയും. എന്തൊക്കെയാ കാണിക്കണുണ്ട്? അതിങ്ങനെ വെച്ചപ്പോഴും അങ്ങനെ വെക്കാൻ പാടില്ല. വാഴല ഇങ്ങനെ ഇല കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇല നമ്മളിവിടെ വാട്ടിയെടുത്ത് ഇനി പൊതിയണം. ചെയ്തോട്ടാ ഇതായത് കനലാണ്. ഇനി ആണാ? വാഴയുടെ നാരെടുക്ക്. വാഴനാരെടുക്കാൻ പോയി കേട്ടാ കെട്ടാൻ. ചെയ്തോന്നാണ് ഇത് പൊതിയണത്. കണ്ട, വാഴയും വാഴനാരും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതേ നമ്മുടെ എല്ലാവർക്കും അത് എവിടെ ഇരിപ്പുണ്ട്. നമ്മള് മീൻ എന്നിട്ട് എന്ത് കൂട്ടി കഴിക്കും? ഞാൻ ഈ ലാസ്റ്റ് നിമിഷം പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാ ചെയ്തേട്ടാ? തക്കാളി എന്തെങ്കിലും വെക്കണോ? തക്കാളി എന്തെങ്കിലും ഉണ്ടാ? അതൊക്കെ അരിഞ്ഞ് വെക്ക്. ഓക്കേ, അപ്പൊ നമ്മള് മീനൊന്ന് തക്കാളിയും സവാളയും ഇഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മള് മീൻ ഇത് എന്താ പറയാ, പൊള്ളിച്ചല്ല, നമ്മള് ചുട്ടെടുക്കണേ. കശുവണ്ടിയൊക്കെ ചുട്ട് ഇടൂല, അതുപോലെ ഗ്രില്ലെന്ന് തന്നെ പറയാ അല്ലേ? അങ്ങനെയാണല്ലോ വീഡിയോയിൽ കണ്ടേക്കണേ. അതിനകത്ത് കാണുന്നുണ്ട്. കാണുന്നുണ്ട്. നമുക്ക് ഇതായി കഴിയുമ്പോ നാരങ്ങ നമ്മളിത് അടച്ചുട്ടാ. ഇനി വാഴയുടെ ഇത് വെച്ച് തന്നെ ഫ്രൈ ചെയ്യാൻ പോവാ. നമ്മൾ ആദ്യം ഇട്ടാണ്ട് എങ്ങനെയൊക്കെ ചെയ്യണേ, ഇതുവരെ ചെയ്തിട്ടില്ല. ഇതാണ് വാഴയുടെ എന്താ അതിനെ പറയാ, വാഴനാര്. അച്ഛനും അറിയില്ലടി കെട്ടാൻ. ഫോയിലുണ്ടോ? എവിടെ? നന്നായി. പൊതിഞ്ഞ് നോക്കട്ടെ. ഇത് വേവോന്നുള്ള കാര്യം ചെയ്യും. അപ്പൊ ആ ഗ്രില്ല് വേണ്ടേ? പോട്ടെ. മണ്ണെണ്ണയുടെ മണം അടിക്കൂലേ? അടിക്കോ? ഗ്രില്ലിന്റെ പൊക്കത്ത് വെച്ച് കഴിഞ്ഞാൽ തുറന്നു വെക്കണം. ആണോ? ഗ്രില്ല് വേണ്ടല്ലേ. സമയം എത്ര നേരം എടുക്കണം? അറിയില്ല. അതല്ല, എനിക്കൊരു സംശയം എന്താന്നറിയോ, ഇത് ചെയ്തിട്ട് പുകയ്ക്കണ കനലുണ്ട്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക്
മര്യാദക്ക് ഞാൻ പറഞ്ഞതാണ് ആ കാസ്റ്റ് അയണില് ബട്ടറും അതും ഇതൊക്കെ ഇട്ട് വറുത്തെടുക്കാം. അപ്പൊ ഇത് തന്നെ വേണം. ഇങ്ങനെയല്ലേ പഠിക്കുന്നത്? അതെ, ഇങ്ങനെയാണ് പഠിക്കുന്നത്. കനലിലാണ് ഇത് ചുടേണ്ടത്, കനലില്ല, അതാണ് പ്രശ്നം. ചെയ്തിട്ട് കത്തിക്കണം എന്താ കനലുണ്ടാക്കാൻ. ഇനി 2-3 ചിരട്ട അതിന്റെ മുകളിലോട്ട് എടുത്ത് വെക്ക്. അതെ, ലാസ്റ്റ് കനലൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മീൻ പൂജ എടുത്തിട്ടുണ്ടാവും. എവിടെ നമ്മുടെ മീൻ? കത്തിക്കെടുക്കാതെ നമ്മളൊക്കെ എടുക്കും, നമ്മൾ ചെയ്യുന്ന പരിപാടിയൊക്കെ അവിടെ നിന്നൊക്കെ എടുക്ക്. ഓ എന്റെ സേതുവേട്ടാ, അത് ഇട്ടൊരു സേതുവേട്ട ഒരു വീഡിയോയില് മൊത്തം വന്നത്. പോണേന്നാ എങ്ങോ ഓടലി പോവല്ലേട്ടാ. അങ്ങനെ തീ പിടിച്ചോണ്ടിരിക്കണേ. നമ്മുടെ ഫിഷിന്റെ സെറ്റപ്പ് ആയെങ്കിലും കുറച്ച് കനൽ വാങ്ങിയാ മതിയായിരുന്നു. എടോ, ഞാൻ ഈ കനലിന്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കട്ടെ. എടോ, അമ്മേ, ഓ ശ്വാസം മുട്ടിച്ചാവുന്നു തോന്നുന്നു. ഭാഗ്യം ഞാൻ ചോറ് തിന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതും ചോറും കൂടെ കഴിക്കാന്നായിരുന്നു എന്റെ പ്ലാൻ. ഈ ചേട്ടൻ കത്താത്തെ എനിക്കറിയാനില്ല. ഒരു മണ്ടരട്ടെ പറ്റണില്ലേ? ചെയ്തിട്ട് പറഞ്ഞ പോലെ പണ്ട് കാലത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു തോന്നില്ല ചെയ്തോണ്ടിരുന്നത്. ഓ എടാ, ഞാനൊന്ന് ഇരിക്കണമെന്ന് എടുക്കടോ. ഞാനാണിത് ഉണ്ടാക്കണ. ഫുൾ ക്രെഡിറ്റ് എനിക്ക് വേണം. അത് കത്താനിട്ടേക്കണേ. സേതേട്ട സുല്ലിട്ട് പറഞ്ഞപ്പോൾ രാഗി പ്രമോദ് കയറിയിരിക്കുകയാണ്. അന്നാമ്മ ചെയ്ത് പൊക്കോ മോനെ. അമ്മടെ മേക്കപ്പ് ഒക്കെ പോയി. കത്ത് പിടിക്കും, മാറി ഒന്നാതെ എന്റെ ഡ്രസ് അല്ലേ? സേതേട്ട ബോർഡ് കത്തോടോ? ആ ബോർഡ് കത്തും, ബോർഡ് മാറ്റി. മീൻ വേണമെങ്കിൽ എടുത്ത് ആ കല്ലുമേൽ വെച്ചോ. നിന്റെ മേത്തോട്ടാണ് തീ വന്നോണ്ടിരിക്കുന്നത്. മീൻ ഇവിടെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തേക്കാണ്. ഇതായാന്ന് എങ്ങനെ അറിയോ? ഇതാകൂല, ഇതിന് മണ്ണെണ്ണ ഇവിടെ ഇരിപ്പുണ്ട്. തീപ്പെട്ടി. അയ്യോ, നീക്കി കൊടുക്കട്ടെ. ആ തീന്റെ അടുത്തോട്ട് പോലെട്ടാ. എന്റെ പൊന്നു രാഗി, നിന്റെ ഉടുപ്പ് ശരിയല്ല. കനലായി വരുന്നുണ്ട്, നോക്കിയേ. ഇവിടെ ഫിഷിന്റെ സമയം നോക്കാ. നമ്മൾ വെക്കാൻ പോവാട്ടാ. നമുക്ക് ഏകദേശം നമ്മുടെ കനലായിട്ടുണ്ട്. അയ്യൊന്ന് വെച്ച് നോക്കട്ടെ. ഇത് വേറൊരു കളറാകും. കൊതുകുണ്ടാ കണ്ടാ? കനല് ഉണ്ടാ? പരിപാടിയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ അപ്പളേ പറഞ്ഞതാ ഇതെടുത്ത് കഞ്ഞി. അതിന്റെ എന്താവോ എന്തോ കുളിപ്പിച്ച് കുട്ടിയില്ലാതെ പോന്നാവോ. ദൈവമേ, എന്താവോ എന്തോ. പരിപാടി ഏകദേശം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പിന്നല്ല, ഓ ഭയങ്കര ഇടലായി പോയി. എന്റെ സേതുവേട്ട പൊളിയാണ്. പൊളി കറക്റ്റ് ആയിട്ടുണ്ടെന്ന്. നമ്മൾ എന്ത് കാര്യം ആദ്യം ചെയ്യുമ്പോ പല മിസ്റ്റേക്സ് ഉണ്ടാവും. അടുത്ത ടൈമിലാണ് നമ്മൾ എന്താണ് ഏതാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പോകണം. നമ്മൾ ഇനി പൊള്ളിക്കോ ഇങ്ങനെ ഇതുപോലെന്ന് വെച്ചാ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത്. അല്ലെങ്കിൽ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പണിക്ക് നിന്നിട്ട് കാര്യമില്ലല്ലോ.
ഇതിനാണ് പറയണ പട്ടിക്ക് മുഴുവൻ തേങ്ങ വെച്ചത്. ഇപ്പൊ കത്താണ്ടല്ലോ. നീ ആ ഇഷ്ടികരുത് മാറ്റിയില്ല. അപ്പഴേ ഊതി കൊടുത്താൽ മതിയായിരുന്നു. ഇത്രയും മണ്ടന്മാരായ യൂട്യൂബേഴ്സിനെ ആദ്യമായിട്ട് യൂട്യൂബ് ഗെറ്റ് ഔട്ട് അടിക്കും. അയ്യോ കത്താൻ തുടങ്ങിയില്ല. ഞങ്ങക്കിത് മറിച്ചിടാം. ഓ ചൂടായിട്ടുണ്ട് ചേട്ടാ. അമ്മേ ഇപ്പൊ അത്യാവശ്യം ചൂടായിട്ടുണ്ട് കേട്ടാ. അത്രയും ചൂടായി പോരാ, ചൂടാക്കാം നമുക്ക്. സേതുവിന് കൈമാറി ഞാൻ. ഇനി കുറച്ച് സേതുവിന് ഊതട്ടെ. ഞങ്ങളുടെ ഒരു ബുദ്ധിയേ, നിങ്ങൾ ആരും ഒന്നും പറയരുതിട്ടത് കണ്ടിട്ട്. ഞങ്ങളെ ഊതട്ടേട്ടാ സേതുട്ടൻ. മതിയോ? എങ്ങനെയുണ്ട് ഊതിയിട്ട്? കനലി ഉണ്ടാ? കനലി ഇപ്പൊ കനലായി. ഇതുപോലെ കൊറേ വേണം കനല്. ആക്ച്വലി എല്ലായിടത്തും ഊതിയ വൈകിയും ഇത് ഇവിടേക്ക് ഉണ്ട്. കണ്ട ചേട്ടാ സേതന്റെ സേതന്റെ ഇരുന്നിട്ട് മതിയായില്ല, നിന്നുകൊണ്ടാണ് സേതന്നെ ഊതുന്നത്. ഇടക്കത് ഓഫായി പോണതാടാ. അച്ഛന്റെ ഓളാണോ? ഞങ്ങള് പറഞ്ഞതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അല്ല നമ്മള് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇതായിട്ടില്ലെങ്കിൽ നമ്മളിത് ബട്ടർ അല്ലെ തവ ഫ്രൈ ചെയ്യാന്ന് ഓർത്തിരിക്കണേ. അപ്പൊ നമുക്ക് സോസ് ഉണ്ടാക്കാം. എന്തൊക്കെയാ ചെയ്തിട്ട് സോസിന് വേണ്ടത്? സോസിന് ബട്ടർ, ഗാർലിക്, കുറച്ച് എന്താണ് കുരുമുളക്. ഇതേ മൂക്ക് പൈൻ്റെ ഉള്ളു കേട്ടോ. അപ്പൊ നമ്മളിതേ ബട്ടർ ഗാർലിക് ഉണ്ടാക്കാൻ വേണ്ടി ഫിഷ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എത്ര വേണം? മതിയടി. ഈ സ്പൂൺ കൊണ്ട് ഒഴിക്കട്ടെ. Alvamize alvapar ve ardında kalbi ve çatır. Eğer dedela? Super. Dedela ne teyze? കുറച്ച് ബാക്കിലോട്ട് ഇങ്ങോട്ട് മതിയാ? മതി. അപ്പൊ നമ്മുടെ എങ്ങോട്ടൊക്കെയാ പറയണ്ടേ? നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങള് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കിട്ടുന്നുള്ളത്. ഇനിയില്ല, വെന്തിട്ടില്ല, കരിയില്ല എന്ന് ഉറപ്പായിരുന്നു. ഈ വേവില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ബട്ടർ ഗാർലിക് ഒന്ന് അപ്പുറം തവ ഫ്രൈ പോലെ ചെയ്തെടുക്കാന്നായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ എന്താ പറയാ
വിജയകരമായിട്ട് നമ്മളിത് മീൻ ചുട്ടെടുത്ത്. ഇങ്ങോട്ട് നോക്കി പറ. വിജയകരമായിട്ട് നമ്മളിത് ചുട്ടെടുത്ത്. അതുകൂടാതെ നമ്മളൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ടറും ഗാർലിക്കും കുറച്ച് പാഴ്സലിയൊക്കെ ഇട്ടിട്ട് ചെയ്തേണ്ട വക ഒരു ഇംഗ്ലീഷ് ടച്ചും കൂടെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നോക്കിയേ, ഇത് ടേസ്റ്റ് ഉണ്ടാവുന്നാണ് അറിയേണ്ടത്. എനിക്ക് അറിയില്ല ഇതിട്ട് ഉപ്പ് കുറവായിരിക്കുമെന്നാണ്. ഉപ്പ് വേണോ നോക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി ആണോ? സത്യം. നല്ലതാണോ? സൂപ്പറാണോ? ചെയ്തേണ്ണം കുറച്ചു നേരം. എനിക്കും അങ്ങനെ ഇടോ തോന്നിയത്. ഞണ്ടില്ല. ഞാൻ പറഞ്ഞ എല്ലാരും കൂടി ഇവിടെ നിന്ന് കഴിച്ചോന്നാ. അല്ലേ? കാണാൻ പറ്റണല്ലോ നന്നായിട്ട്. അയ്യോ എന്റെ മോനെ, ചേട്ടൻ മയക്കണല്ല. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങള് വെറുതെ അല്ലല്ലോ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കണേ. സൂക്ഷിക്കണേ. എടുത്തോ. മുള്ളത് ഇവിടെ ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് നമ്മുടെ കഴിച്ചോളാം. കുത്തിക്കോ. തന്നെ കാണും എല്ലാരും ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കഴിക്കുക. ഒരു ക്യാമറ ഉണ്ട്. ഒരു രക്ഷയില്ലടാ. ബട്ടർ സോസ് ഉള്ളതാണ്. ചെയ്തോട്ടാ ചെയ്തിട്ടാ മണ്ടാട്ടാ ചെയ്തത്. ഇല്ല പച്ച ടേസ്റ്റ് ചെയ്തോട്ടെ. ഇത് എടുത്ത് കഴിക്കുക. ടൊമാറ്റോ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞേക്കോ. ടൊമാറ്റോയെ ഇതാണ് കറക്റ്റ്. വല്ലതും കിട്ടിയായിരുന്നു അവിടെ നിന്ന് കഴിച്ചപ്പോ? മീൻ കിട്ടി. വീഡിയോ കിട്ടാൻ സാധ്യത. നോക്കി കഴിക്കണേ. ആ ടൊമാറ്റോ ഒക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി. ഞാൻ പിടിച്ചാ മതിയായിരുന്നു ക്യാമറ. ഈ പ്ലേറ്റിൽ കയറി ഇരിക്കുമല്ല. എങ്ങനെയുണ്ട് ഈ ഭക്ഷണം? വെച്ചോ? താൻ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ച? ഞാൻ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചു. കൈ നന്നായിട്ട് കഴുകണം കേട്ടാ. ഞാൻ ഫോർക്ക് എടുത്തോണ്ടാ. പിന്നെ ഫോർക്കൊക്കെ ഇട്ടാ വന്നത്. ഇത് കളയും. അയ്യോ അതൊക്കെ നമ്മളെടുത്ത് കഴിച്ചു. അവള് പോയ തക്കത്തിനോട് നിൽക്കുന്ന എന്ത് പറയാനാടോ. എല്ലാരും ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കണമെന്നാണ്. ഒരു മീൻ മേടിച്ചിട്ടെ 3-4 കഷ്ണം. ഒരു മീൻ അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞാ 3 മീൻ മേടിക്കാം. പക്ഷെ എന്ത് പാട് വിട്ട് ഒരെണ്ണം തന്നെ ചെയ്യാൻ. ഇത്തിരി തണുപ്പ് പറയാം. അപ്പൊ എല്ലാരും കൂടി നിന്ന് പറയേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. ആ ബട്ടർ ഒഴിക്കണ സ്റ്റെപ്പ് മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ ഫിഷില്. കൊതിയായിട്ട് പറ്റില്ല.